ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ് 190 ഇത് ഫുൾ ലോൺ 3.5 ലക്ഷം കൊടുക്കും. ഏകദേശം ഒരു 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കം ചെയ്യാം. ഏകദേശം നമുക്കൊരു EMI നോക്കുന്നത് 5000 താഴേക്ക് വരും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ. 10 രൂപ വേണ്ടി വണ്ടി ഇറക്കം ചെയ്യാല. ഓട്ടോമാറ്റിക് ആണ്, സെക്കൻഡ് സിംഗിൾ ഓൺഷിപ്പ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ റൈഡോണിന്റെ രണ്ടാമത്തെ ഒരു പാർട്ട് ആയിട്ടാണ്. ഈ ഒരു പാർട്ടിൽ മാരുതിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ലാസ്റ്റിൽ നമുക്ക് ഫുൾ ഓണിലും ചെറിയ ബഡ്ജറ്റിലും ഒത്തിരി നല്ല 7 സീറ്ററുകളും ക്രെറ്റ അതേപോലെ ഇന്നോവകളൊക്കെ ചെറിയ പ്രൈസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നത് സ്വിഫ്റ്റ് ഉണ്ട്, ഓൾട്ടോ ഉണ്ട്, ഇയോൺ ഉണ്ട്, വാഗ്നർ, അതേപോലെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ല ഒത്തിരി വാഹനങ്ങൾ നമുക്കുണ്ട്. സോ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാകട്ടെ, കാരണം നമുക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് നല്ല ബഡ്ജറ്റിലും ഫുൾ ഓണിലൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഒരു വാഗ്നറിന് വന്നാൽ 1-2 വാഹനങ്ങളല്ല, ഇഷ്ടംപോലെ പല ജനറേഷനിൽ പല കളേഴ്സിന് നിങ്ങൾക്കുണ്ട്. അതേപോലെ സ്വിഫ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റൈഡോണിലാണ് ഇന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള നിസാർക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടന്ന് കാക്കഞ്ചേരി കൊട്ടപ്പുറം റോഡ്. അപ്പോൾ ഈ കാണുന്ന നമ്മൾ കൊട്ടപ്പുറം റൂട്ടാണ്. അപ്പോൾ നമ്മളത് ഭാരത് പെട്രോളിയം അതിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് റൈഡോൺ ക്ലാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഹൈവേന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി കെംഫ്രന് നേരെ ഓപ്പോസിറ്റ് റോഡ് നേരെ പോന്നാൽ 1 കിലോമീറ്ററിനുള്ളിലായിട്ട് നമ്മൾ റൈഡോണിലെത്താം. നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വിളിക്കുകയാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാം. ഇനി ഇവരുടെ നമ്പറൊന്ന് സേവ് ചെയ്താൽ നമുക്ക് കാറ്റലോഗിൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഓഫർ റേറ്റിൽ മൈലേജും അതേപോലെ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് മാരുതിന്റെ നെക്സ ചാനൽ വഴി വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ആൽഫ ഓപ്ഷനിൽ വരുന്ന മാരുതി സുസുക്കി സിയാസ്. നമ്പറൊക്കെ നോക്കി നിങ്ങൾ 18, 19 നല്ലൊരു സീരീസ് ആയിട്ട് നമ്പർ വന്നിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ലാംസും അത്യാവശ്യം നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങളും അതേപോലെ തന്നെ അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്ന നല്ലൊരു സെമി പ്രീമിയം ലെവലിൽ വരുന്നൊരു വാഹനമാണ്. അതേപോലെ LCD സ്ക്രീന് വരുന്നുണ്ട്, 2 സൈഡ് എയർ ബാഗ്, സ്റ്റിയറിംഗിൽ കൺട്രോള്, റിയൽ AC വെന്റ്, അഡീഷണൽ ആയിട്ട് സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വയനാട് മാനന്തവാടി രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് 20-22 മൈലേജും കിട്ടും. ഇന്റീരിയർ സ്പേസ് ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ റിയൽ AC വെന്റ്, ചാർജിങ് പോയിന്റ്, നമുക്ക് വേണ്ട എല്ലാ യൂട്ടിലിറ്റി ഒക്കെ അത്യാവശ്യം ആഡ് ഓൺ ചെയ്ത് കമ്പനിന്റെ ഇൻബിൽട്ട് ആയിട്ട് വന്നൊരു വാഹനമാണ് അല്ലേ. മോഡൽ 17 മോഡല് ആൽഫ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഡീസൽ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 5,400 രൂപ ഫൈനൽ കൊടുക്കും. 5,400 ഓഫർ പ്രൈസ് ആണ്. ഇറങ്ങിയ സമയത്ത് 10-14 ലക്ഷം രൂപ ഉണ്ടായിരുന്ന വണ്ടിയാണ്. പകുതിയിലും കുറഞ്ഞ പ്രൈസിൽ ഫുൾ ഓൺ ചെയ്യാം. അടുത്തതാണ് നമുക്ക് നല്ല സേഫ്റ്റി, ബഡ്ജറ്റ് ആവണം, നമ്മളെ ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് ടിയാഗോ. അതും പൊളി കളറാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാം, കാരണം നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. അത്രയും 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ നോക്കി 4 ഫുൾ കട്ട ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഒന്നും ചെയ്യിക്കാനില്ല. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. കമ്പനി ഇൻബിൽട്ട് ആയിട്ട് അർമന്റെ മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 1 അടുത്ത് ഓടിയിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയില്ല. ഓൺഷിപ്പ് സിംഗിൾ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 440 ഒരു 10-20 രൂപ വണ്ടി ഇറക്കി ചെയ്യാല. ഓട്ടോമാറ്റിക് ആണ്, സെക്കൻഡ് സിംഗിൾ ഓൺഷിപ്പ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അടുത്ത നമുക്കൊരു നല്ല സ്പേസും അതേപോലെ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ ജാസ്. ഇന്ത്യയിലൊക്കെ നോക്കി നമ്മളൊരു സെഡാന്റെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹാഷ് ബാക്ക് വാഹനമാണ്. അതേപോലെ നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, കമ്പനി അലോയ്സ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു പറഞ്ഞ പോലെ നല്ല 1.5ന്റെ പെർഫോമൻസും 24 വരെ മൈലേജും അതേപോലെ നമ്മൾ ഡിപ്പെൻസ് നോക്കുന്ന മൈൻ്റെനൻസും കുറവുള്ള ഒരു വണ്ടിയാണ് അല്ലേ. എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 490 ചെയ്യാം. 490 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.20 ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഡെയിലി യൂസിന് മൈലേജ് നോക്കി എടുക്കുന്ന ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, മെയിൻ്റെനൻസും കുറവാണ്, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ. എത്ര രൂപയുടെ വണ്ടി ഇറങ്ങാൻ പറ്റും? ഇതൊരു 50 രൂപ വണ്ടി ഇറങ്ങാം. അടുത്താണ് നമുക്കൊരു പ്രീമിയം ലെവലിൽ വരുന്നൊരു വാഹനമാണ്. അതും ഡീസൽ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഓയില. നല്ല ഫാൻസി നമ്പേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമ്മൾ നല്ല സ്പേഷ്യസ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2011 മോഡൽ വണ്ടി അല്ലേ. എത്ര പേ ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് 265 കൊടുക്കാം. 260 ചെറിയ പ്രൈസിനാണ്. എനിക്ക് സംബന്ധിച്ച് 10-14 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വണ്ടിയാണ്. ചെറിയൊരു പ്രൈസിനാണ്. അത്
മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. ചെയ്യാൻ പറ്റും. ചെറിയ പ്രൈസ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്താണ് നമുക്ക് വാഗ്നർ, പുതിയ ജനറേഷൻ വാഗ്നർ നമുക്ക് അത്യാവശ്യം ഉണ്ട്. അത് നമുക്ക് വൈറ്റ് ഫിനിഷിംഗിൽ ഇവിടെ തന്നെ KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കും ആണ് അല്ലേ? ഇത് മാനുവൽ ആണ് വണ്ടി വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 വണ്ടി അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടിയാണ്. മൈലേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് LCD സ്ക്രീന് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തൊരു വണ്ടിയാണ്. അഡീഷണൽ സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 90,000 കിലോമീറ്റർ. ഇത് 1.2 ആണ് ZXL, ഏറ്റവും ഫുൾ ലോഡ് വരുന്ന വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് ആണ്. അതായത് സ്വിഫ്റ്റില് ബലേനയിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. ആ ഒരു പെർഫോമൻസും കിട്ടും, നല്ല മൈലേജ് ഉണ്ട്. ഏറ്റവും ടോപ്പ് ലോഡില് സിംഗിൾ ഓൺഷിപ്പ് മാക്സിമം നമുക്ക് ഒരു 14 രൂപ വേണ്ടി ഇറക്കാൻ പറ്റും. എത്ര രൂപയാണ് ചോദിക്കുന്നത്? 5-10. അത് മാക്സിമം ഒരു 14 രൂപ വേണ്ടി ഇറക്കാം. ഇനി അതേപോലെ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ ജനറേഷനാണ്. ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഈ ഒരു ജനറേഷൻ. കാരണം നമുക്ക് ലേഡീസിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ലോഡിൽ വരുന്ന ഒരു അടിപൊളി വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡൽ. 2015 ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് VXI ഓപ്ഷനാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാനുവലില് ഒരു വാഗ്നർ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഓടിയിട്ടുള്ളൂ? ഇത് നമുക്ക് 3.4 രൂപ കൊടുക്കും. 3.4 മാക്സിമം ഒരു 14 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ കിലോമീറ്റർ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ന്യൂ ജനറേഷൻ തന്നെയാണ് വീണ്ടും, അതും കോഫി ബ്രൗൺ. അതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് വേണ്ടവർ ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇതിനൊക്കെ നോക്കി നമ്മൾ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് ലോഡ്, അതേപോലെ നല്ല ക്വാളിറ്റി സീരിയസ് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഏറ്റവും ടോപ്പ് ലോഡാണ്, ഓട്ടോമാറ്റിക് ആണ്. അത് ഓൺഷിപ്പ് സിംഗിൾ ആണ്, സിംഗിൾ ഓൺഷിപ്പ്. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? 5.4 രൂപ കൊടുക്കും. 5.4 രൂപയ്ക്ക് അത് ഓട്ടോമാറ്റിക്കൽ ഒരു വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും ഫുൾ ലോഡ്. നമുക്ക് മാനുവലിന്റെ പ്രൈസിന് ഓട്ടോമാറ്റിക് ഉണ്ടാവും അല്ല? മാക്സിമം ലോണും ചെയ്യാം. അടുത്ത വീണ്ടും നമുക്കൊരു വാഗ്നർ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2013 VXI. 2013 VXI അല്ലേ? ടയേഴ്സ് ഒക്കെ നോക്കി അത്യാവശ്യം ടയേഴ്സിന്റെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി എൽബിഡി സ്റ്റീരിയോ കാര്യങ്ങൾ, റിയറിൽ വൈപ്പർ എല്ലാം വരുന്നൊരു വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 2.60. മാക്സിമം ഒരു 10-30 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം അല്ല? അടുത്തൊരു ഇയോൺ ആണ്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇയോൺ പരിചയപ്പെട്ടത്. ഇതിലൊരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. 2018 ആണ്. 2018. ഇതിന്റെ ഒരു ലാസ്റ്റ് ജനറേഷൻ എന്ന് പറയാം. നല്ല എക്സ്റ്റീരിയർ ഇന്ത്യയിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നല്ല നീറ്റാണ്. ഇന്റീരിയർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80. 80. ഓൺഷിപ്പ് സിംഗിൾ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2.40. 2.40. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വണ്ടിയാണ് അല്ലേ? ഏകദേശം ഒരു 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കം ചെയ്യാം. ഏകദേശം നമുക്കൊരു EMI നോക്കുന്ന 5000 താഴേക്ക് വരും. അതാണ് നമുക്കൊരു ഫ്ലൂയിഡിക് i20 ആണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? 2013. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 സെക്കൻഡ് ഓണർ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 2.40 കൊടുക്കും. 2.40 നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന ചെറിയ ബഡ്ജറ്റ് ഒരു വണ്ടിയില്ല. അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് എത്തിയോസ് ലിവ ഡുവൽ ടൂൺ GD. ഇതും ബ്ലാക്ക് ഫിനിഷിങ്, ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 കേരള വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. പക്ഷെ ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് വണ്ടി. അതേപോലെ പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നിലവിൽ KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. 4.70 കൊടുക്കാം. 18 മോഡൽ GD നല്ല കിടിലൻ വണ്ടിയാണ്. അതും ഡോൾ ടൂൺ ആണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അത് നമുക്ക് എലൈറ്റ് i20 സെക്കൻഡ് ജനറേഷൻ ആണ്. KL70 കൊണ്ട് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ജനറേഷൻ ആണ് എലൈറ്റിന്റെ. ടയേഴ്സ് ഒക്കെ 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി കളറാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ് എല്ലാം വരുന്ന, റിയറിൽ AC വെന്റ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ. സോ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഒരു 16 മൈലേജും കിട്ടൂല. എത്ര ചോദിക്കുന്ന? 4.40. ചെറിയൊരു പ്രൈസ്, നല്ലൊരു പ്രീമിയം ലെവലിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി ഉണ്ടാവും. ഏകദേശം ഒരു 14 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. അത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 3 കിഡിലൻ സ്വിഫ്റ്റുകൾ വരുന്നുണ്ട്.
മൂന്ന് ജനറേഷൻ ആയിട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ KL 55 ഇത് ഡീസലല്ല വണ്ടി വരുന്നത്. ഡീസൽ 18, 20, 22 മൈലേജ് കിട്ടും. ഇത് ഫുൾ ഓൺ 3.5 രൂപ കൊടുക്കും. 3 രൂപ, അതും ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്, ഡീസൽ വണ്ടി തന്നെയാണ്. ഇത് ഡീസൽ തന്നെ, പെട്രോൾ ആണ്. അപ്പൊ പെട്രോൾ 2015 ഓഫറിൽ 3.30 ഇത് കൊടുക്കാം. 3.30 മാക്സിമം നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഇത് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. അടുത്ത നമുക്കൊരു മോഡൽ കൂടിയ ഒരു സ്വിഫ്റ്റ് ആണ്. അതെ, ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണ്. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 21 എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 വണ്ടിയാണ്. ഇത് നമുക്ക് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണ്. ഓക്കെ. അപ്പൊ 2021 മോഡലാണ്. പറഞ്ഞില്ലേ 5.25 രൂപ. 5.25 രൂപ. അത് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന 21 മോഡൽ. അടുത്ത വീണ്ടും നമുക്കൊരു ഫ്ലൂയിഡിക് i20 ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2012 ഡീസലാണ്, പെട്രോൾ ഡീസലാണ്. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2,35,000 കൊടുക്കാം. 2.30. ചെറിയൊരു പ്രൈസിന് നമുക്ക് ഡീസൽ വണ്ടി ഉണ്ടാവും. അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? 2011 VDI ഫുൾ പുതിയ പേപ്പറിൽ. അപ്പൊ പുതിയ 5 വർഷത്തെ പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2.30 കൊടുക്കാം. 2.30 5 വർഷത്തെ പേപ്പർ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓൾട്ടോ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? പുതിയ പേപ്പർ 1.25 രൂപയ്ക്ക് 1.25 നമുക്ക് ചെയ്യാം. പേപ്പർ ആയിട്ടില്ല, പേപ്പർ ആക്കി എടുത്തോടെ കൊടുക്കാം. പുതിയ പേപ്പർ എടുത്ത് നമുക്ക് 1.25 കൊടുക്കാം. അടുത്ത ഒരു മിനി SUV ടൈപ്പ് വാഹനമാണ് KUV 100. അപ്പൊ ഒരു KUV 100 2017 ഡീസൽ വണ്ടിയാണ്. 20 മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനമാണ്. K4 ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2.5 ലക്ഷം. വീണ്ടും റിഡ്സ്. ഇത് എത്ര ഏതായിരുന്നു മോഡൽ? 2010 പെട്രോൾ. പുതിയ പേപ്പർ എത്ര രൂപ കൊടുക്കും? ഇത് നമുക്ക് 1.80 കൊടുക്കാം. അടുത്തൊരു പിന്നെ കേട്ടനാണ്. 2013 കേട്ടൻ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് 70,000 ഓടി, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് 1.75 കൊടുക്കാം. 1.75 രൂപ. അടുത്ത വീണ്ടും ഒരു വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2006 മോഡൽ. ഇത് 75 രൂപ കൊടുക്കും. 75 രൂപയ്ക്ക് വാഗ്നർ കൊടുക്കാം. അടുത്ത നമുക്കൊരു ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് റെഡി. 2018 വണ്ടി. എത്ര രൂപ ചെയ്യാൻ? ഇത് 2.5 രൂപ കൊടുക്കും. 2.5 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഫുൾ ഓൺ അല്ലേ? ഫുൾ ഓൺ. അടുത്ത തവണ വീണ്ടും ഒരു ഓൾട്ടോ 800. ഇത് 2018. ഇത് 1.85 കൊടുക്കും. 1.85 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800. 2013 വണ്ടി. എത്ര രൂപ? 1.65 കൊടുക്കും. 1.65 മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. അടുത്തൊരു പോളോ ആണ്. അടിപൊളി വണ്ടി. ഇപ്പോൾ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി വാഹനമാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റാണ്. അതേപോലെ നമുക്ക് LCD സ്ക്രീന്, ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാം? ഇത് 1.90 കൊടുക്കും. 1.90 ഒരു പോളോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. 1.90 ഫോർഡ് ഫിഗോ. ഇത് ഡീസൽ വണ്ടി. 1 രൂപ കൊടുക്കാം. 18-20 മൈലേജ്. അടുത്തൊരു ഐട്ടൺ. ഇത് പുതിയ പേപ്പർ നമുക്ക് 1.25 രൂപ കൊടുക്കാം. 1.25 പുതിയ പേപ്പർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു ഡീസൽ ബീറ്റ് ആണ്. 25 മുകളിൽ മൈലേജ്. 13 വണ്ടി. 1.40 ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ റൈഡോൺ കാസിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് കാക്കഞ്ചേരിയാണ്. കാക്കഞ്ചേരി നമ്മൾ കൊട്ടപ്പുറ റൂട്ടിലായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. 100-ൽ പരം വാഹനങ്ങളുണ്ട്. നമ്മളെല്ലാ ബഡ്ജറ്റിലും ഉണ്ട്. ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ എൻക്വയറീസിന് വീഡിയോ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.